ഇടയ്ക്ക് ശ്രീധുവിനോട് തന്നെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രഷ് വേറെ അർത്ഥങ്ങളാണ് അതൊക്കെ. നീ ഇത്തരക്കാരനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. നിനക്കുള്ള അച്ഛനാങ്ങളമാര് ഇയാളുടെ അവസ്ഥ ഇതാണെങ്കിൽ അല്പ സൗന്ദര്യമുള്ള എന്റെ അവസ്ഥ എന്താണ്? ക്രഷ് അങ്ങ് പോവുമല്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ക്രഷ് പോവും. അങ്ങനെയല്ലേ ക്രഷ് വാക്കിന്റെ അർത്ഥം? ഇവിടെ ഈ പൂമ്പാറ്റ പല പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ലേ? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. അങ്ങനെ പറന്ന് പറന്ന് പറന്നൊരു പൂമ്പാറ്റ ജീവിതം. പോയി. നീ ഉദ്ദേശിച്ച ക്രഷ് എന്താ? ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. അതായത് ഞാൻ ഉദ്ദേശിച്ച ക്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ കാണുമ്പോ ഒരു ഭംഗി, അല്ലെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കാൻ തോന്നുന്ന അങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് ഇല്ലേ, ആ ഒരു പെൺപിള്ളേരായ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് നമ്മളിപ്പോ അങ്ങനെ പറയുന്നോണ്ട് അവിടെ എന്താ പ്രശ്നം ഉണ്ടാവുന്ന? എന്താ അവിടെ പ്രശ്നമല്ല, ബാക്കി സൊസൈറ്റിക്ക് പ്രശ്നം ഉണ്ടാവും. അതാ പറഞ്ഞേ. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? ഒരു രീതിയിലാണ് ഞാൻ ശ്രീധുനോട് ഒരു ക്രഷ് എന്നുള്ളത്. നിങ്ങൾ ഇവൾ ക്രഷ് എന്നുള്ള മീനിങ്ങിന്റെ വാക്ക് മനസ്സിലാക്കിയതിന്റെ പ്രശ്നമാണ്. പിന്നെ നമുക്കൊരു വാക്കിന് നമുക്ക് വളച്ചൊടിക്കാമല്ലോ. സന്തോഷമുണ്ട്, എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. പുറത്തിറങ്ങിയിട്ട് ഫിനാലെ കഴിഞ്ഞു 1 വീക്ക് ത്രൂ ഔട്ട് നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. കുടുംബ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് പോടേ. എന്തൊരു വർക്ക് ഫ്രെയിം ചെയ്ത് വെക്കാം, ചില്ലിട്ട് വെക്കാം. അപ്പൊ അന്ന് ഞാൻ കണ്ട ജാസ്മിനും എന്റെ അകത്ത് കണ്ട ജാസ്മിനും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. റസ്മിൻ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ ജാസ്മിന് PR വർക്ക് ഇല്ല എന്നുള്ളതായിരുന്നു ജാസ്മിൻ പറഞ്ഞിരുന്നത്. പക്ഷെ റസ്മിൻ ഒരു വീഡിയോയിൽ പറയുന്നതായിട്ട് PR വർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതായിട്ട് കേട്ടു. ശരിക്കും PR വർക്ക് ഉണ്ടായിരുന്നു ജാസ്മിൻ? ഇതല്ലാതെ എന്തുണ്ട് മറ്റു തെളിവുകൾ എന്ന് ചോദിക്കുന്നു സാർ. ഞാൻ ഉത്തരിക്കാൻ തയ്യാറാണ്. മറുപടി പറയടാ. ഇല്ല, അതെന്റെ തെറ്റിദ്ധാരണയായിരുന്നു. കാരണം വീടെടുത്ത് കണ്ണൂരിലുണ്ട പല ആൾക്കാരും നമുക്ക് പറഞ്ഞു തരുന്ന കുറെ അറിവുകൾ വെച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ഈ ടൈപ്പ് നമ്പർ ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല. ഇൻഡോക്കുള്ള PR വർക്ക് ആണെങ്കിലും വേറെ പല കണ്ടസ്റ്റൻസിന്റെ PR വർക്കിന്റെ കാര്യം, അതുപോലെ തന്നെ ജാസ്മിനും PR വർക്ക് ഉണ്ടെന്നുള്ളത് എന്റെ ഫ്രണ്ട്സ് വഴി പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ ജാസ്മിന് ഭയങ്കരമായിട്ട് ജാസ്മിന് പറ്റ നെഗറ്റീവ് അങ്ങനത്തെ ഒരു സംഭവം. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ഐ മീൻ ലോക പരാജയം. അപ്പൊ ഈ ആൾക്കാരെല്ലാം പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ വിചാരിച്ചത് ജാസ്മിന് PR വർക്ക് ഉണ്ടെന്ന്. അപ്പൊ അയ്യ, അത് നല്ല വിചാരമായി പോയി. ഇവൻ ശരിയല്ല. ഞാൻ അറിയാതെ പറഞ്ഞു പോയല്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അത് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പേര് മാറിയാലും പേര് ദോഷം മാറത്തില്ലല്ലോ. മാറും. പണത്തിന് മീതെ പരന്നും പറക്കില്ല എന്ന് കാരണവന്മാര് പറഞ്ഞിട്ടില്ലേ? അത് ശരിയാണെന്ന് ഞാൻ കാണിച്ചു തരാം.